നമസ്കാരം. ഞാൻ സ്മിത ദിനേശ്. സ്വദേശം ഒറ്റപ്പാലം. ഷൊർണൂർ കാർമൽ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. പുസ്തകാസ്വാദനത്തിനായി ഞാനിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന പുസ്തകം റവറൻഡ് ഫാദർ ബാബു തട്ടിൽ CMAയുടെ ഞാൻ അപരാജിത എന്നുള്ള നോവലാണ്. ഇത് ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. ജീവിതം ജീവിക്കാനുള്ളതാണെന്നും അത് മനോഹരമായി തന്നെ ജീവിച്ചു തീർക്കണമെന്നും പറയാതെ പറയുന്ന കഥ. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് വാങ്ങിക്കും ഞാൻ എന്ന കവിവാക്യം അന്വർത്ഥമാക്കുന്ന കഥ. ആത്മവിശ്വാസം കൈമുതലായുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളും ജീവിതത്തിന് പ്രതിബന്ധമാവില്ല എന്ന് ഊന്നിപ്പറയുന്ന നോവലാണ് ഫാദർ ബാബു തട്ടിലിൻ്റെ ഞാൻ അപരാജിത. ഒരു പെൺജീവിതം നടന്നു തീർത്ത വഴികളെയാണ് ഈ നോവൽ വായനക്കാർക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നത്. അപരാജിതയ്ക്ക് കാലം സമ്മാനിച്ചത് മുറിവുകൾ മാത്രമായിരുന്നു. ജീവിതം നൽകിയത് പരാജയങ്ങളും. എങ്കിലും ഒരു മാത്ര പോലും ഇതിൽ പതറി നിൽക്കാതെ ആത്മവിശ്വാസം കൈമുതലാക്കി ദൈവവിചാരം പ്രാർത്ഥനകളാക്കി ജീവിതത്തെ ജീവിച്ചു തീർത്തവളാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ അപരാജിത എന്ന പെൺകുട്ടി. പെൺജീവിതത്തിൻ്റെ വേദനകളും വിഹ്വലതകളും മാത്രം എഴുതി തീർത്തൊരു കഥയല്ല ഇത്. കേവലം ഭാവനകൾ കൊണ്ട് മെനഞ്ഞെടുത്തൊരു വാങ്മയ ചിത്രവുമല്ല. അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ രാഗി മിനുക്കിയ ജീവിത നേരുകളെ വാക്കുകളിൽ ആവാഹിച്ചെടുത്ത സൃഷ്ടിയാണ് ഈ നോവൽ. ദൈവം എന്നത് ഒരു മിത്തായിരിക്കെ ആ അദൃശ്യ രൂപത്തോടുള്ള വിശ്വാസവും പ്രാർത്ഥനയും വിണ്ടുകീറിയ മനസ്സുകൾക്ക് എത്രമേൽ ആശ്വാസദായകമാണെന്ന് ഈ നോവലിലെ പല ഭാഗങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ അമാനുഷിക തേജസ്സിനെ ജീവിതത്തിൻ്റെ കാവലാളാക്കുമ്പോൾ നാം അനുഭവിക്കുന്ന മാനസിക സ്വാസ്ഥ്യം ചെറുതൊന്നുമല്ല. എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ മറ്റേത് പ്രതിബന്ധങ്ങളുണ്ടായാലും കാലവും പരിതസ്ഥിതികളും പിന്നീട് നമുക്ക് അനുകൂലമാവുക തന്നെ ചെയ്യുമെന്ന് അപരാജിതയുടെ ജീവിതം കാണിച്ചു തരുന്നു. ഇവിടെ അപരാജിത നടത്തുന്നത് എഴുതപ്പെട്ട വിധിയോടുള്ളൊരു പോരാട്ടമാണ്. തോൽക്കുമെന്ന് ഉറപ്പുള്ളൊരു പോരാട്ടം. ഉറച്ച ആത്മവിശ്വാസവും പ്രാർത്ഥനകളും മാത്രമായിരുന്നു അവളുടെ കൈമുതൽ. ജീവിത വിജയത്തിന് ഇതേ വേണ്ടൂ, ഇത്ര മാത്രമേ വേണ്ടൂ എന്ന് അപരാജിത ഈ നോവലിൻ്റെ അവസാനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു സ്ത്രീ ജീവിതം കടന്നുപോയ വഴിത്താരകളെ 17 അധ്യായങ്ങളിലൂടെ കൃത്യമായി വായനക്കാരന് മുന്നിൽ വരച്ചിടാൻ ഫാദർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരേ വഴിയിലൂടെയല്ല കഥ മുന്നേറുന്നത്. ഒരു പുഴയൊഴുകും പോലെ കൈവഴികളായി പിരിഞ്ഞ് കഥയ്ക്കുള്ളിലെ കഥ പോലെ കേന്ദ്ര ആശയത്തിന് കോട്ടം തട്ടാതെ നോവലിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള നോവലിസ്റ്റിൻ്റെ ശ്രമം വിജയിച്ചു എന്നു തന്നെ പറയാം. ജീവിതത്തിൻ്റെ നിറച്ചാർത്തുകളിലൂടെ നടക്കേണ്ടുന്ന പ്രായത്തിൽ വൈധവ്യം ഏറ്റുവാങ്ങേണ്ടി വന്നവളാണ് ഈ നോവലിലെ കഥാപാത്രമായ അപരാജിത. മാതൃത്വം എന്ന മഹനീയ സ്ത്രീ സ്വപ്നം എത്തിപ്പിടിക്കാനാവാതെ കാലം അവളെ ജീവിതത്തിൻ്റെ നടുത്തളത്തിൽ നിന്നും വിധവ എന്ന ലേബലൊട്ടിച്ച് പാർശ്വവൽക്കരിക്കുന്നു. ആ സത്യം അംഗീകരിക്കാൻ പ്രായമോ മനസ്സോ പാകപ്പെട്ടിട്ടില്ലാത്തൊരവസ്ഥയായിരുന്നു അപരാജിതയുടേത്. കഥാപാത്രം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ ഒട്ടും ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഈ നോവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകം എല്ലാവർക്കുമുള്ളതാണെന്ന യാഥാർത്ഥ്യത്തിലേക്ക് വായനക്കാരനെ കൊണ്ടെത്തിക്കാൻ ഫാദറിന് സാധിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായൊരു വായനാനുഭവം നൽകാൻ ഈ നോവലിന് സാധിക്കുമെന്നതിൽ തർക്കമില്ല. എല്ലാവരാലും വായിക്കപ്പെടട്ടെ ഈ നോവൽ.
ആശംസകൾ. നന്ദി.